വളരെയധികം ആസ്വദിച്ചാണ് ഞാൻ എൻ്റെ ജോലി ചെയ്തിരുന്നത്. ആ ദിവസം വരെ. അന്നു മുതലാണ് എല്ലാം മാറി തുടങ്ങിയത്. താനെന്താ വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? ഏയ് നത്തിങ്, ഐ എം ഫൈൻ. അത് ചുമ്മാ. താൻ കാര്യം പറ. ആർക്കേ വല്ലതും പറഞ്ഞോ? ഇതൊന്നുമല്ല. ഐ ടോൾഡ് യു ഓൾറെഡി. ഐ എം ഓക്കെ. താൻ ടെൻസ്ഡ് ആണെന്ന് തന്നെ കണ്ടറിയാം. പറ, താൻ ആരെയാ പേടിക്കുന്നേ? എനിക്കറിയില്ല അതാരാന്ന്. മേ ബി എന്നെ തന്നെയായിരിക്കും. ഞാനീ പറയാൻ പോകുന്ന കാര്യം നിനക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് നാളായി എന്നെ അലട്ടുന്ന കാര്യം അത്. എവിടെ പോയാലും ഒളിഞ്ഞും തെളിഞ്ഞും അതെന്നെ പിന്തുടരുകയാണ്. എന്ത്? 23. മനസ്സിലായില്ല. ഇത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. ബട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഇറ്റ്സ് എവ്രിവെയർ. അതെന്നെ ചേസ് ചെയ്യാണ്. ഡേറ്റ്സ്, ടൈം, പുസ്തകത്തിന്റെ പേജുകൾ, ഹൗസ് നമ്പർ. അതിന്റെ പിടിയിൽ നിന്ന് എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അവസാനം ഞാൻ അതെന്റെ പേരിലും കണ്ടെത്തി. സി ജോൺ, Z is 26, A is 1, R 18, A 1. Total 46, which means 23 plus 23. നിനക്കറിയോ, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഇന്ന് എനിക്ക് 23 വയസ്സ് തികയും. ഈ ദിവസത്തെ അതിജീവിക്കാൻ എനിക്കാവില്ല. താനെന്ത് ഭ്രാന്തായി പറയുന്നേ? എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ പോയി കാണും. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, നിനക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. സാറ പറഞ്ഞതുപോലെ ആ ദിവസത്തെ അതിജീവിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഫ്രെഡി, ഒന്നിങ്ങ് വന്നേ, ഇത് നോക്കിയേ. ഒന്ന് വാ. എന്തു പറ്റി? നമ്മുടെ ആനിവേഴ്സറി പിക്സ് ഒക്കെ FB-യിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു. കുറെ ലൈക്സ് ഒക്കെ കിട്ടിട്ടോ. അതല്ല രസം, അത് കണ്ടിട്ട് ഒരുത്തൻ എന്നെ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നു. എനിക്കറിയത്തില്ല, ഞാൻ അവനെ അപ്പ തന്നെ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ കല്യാണം കഴിഞ്ഞവർക്കാ കൂടുതൽ ഡിമാൻഡ് എന്ന് തോന്നുന്നു. എന്നിട്ട് എനിക്കിങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ അതായിരുന്നു മനസ്സിലിരിപ്പ്. നീ കിടക്ക്, നാളെ കാലത്ത് എണീറ്റ് പള്ളിയിൽ പോകാനുള്ള. വേണ്ട. നീ എന്നാ കയറിയിട്ട് വാ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും.
ഓടാ ഓടാ പോ. സാറ് പേടിച്ചു പോയോ? ഏയ് അത് ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കണ ഒരുത്തനാ. ഇടയ്ക്ക് വല്ലപ്പോഴും കയറി വരും. വന്നാൽ തന്നെ കല്ലറക്കടുത്തിരിക്കാറാ പതിവ്. ഇയാൾ എന്തിനാ എപ്പോഴും അവിടെ ഇരിക്കുന്നത്? മറ്റുള്ളവർക്കൊരു ഉപദ്രവല്ലേ? അങ്ങനെ ആരെ ഉപദ്രവിക്കാറൊന്നുമില്ല സാറേ. ഇയാളിത്ര സന്തോഷത്തോട് കാണുന്നതന്നെ ഞാൻ ആദ്യമായിട്ടാ. സാറിന് ഇയാൾ നേരത്തെ പരിചയമുണ്ടോ? ഏയ് എനിക്ക് ഇയാളെ അറിയത്തൊന്നുമില്ല. അല്ല, ആ കല്ലറയ്ക്ക് അകത്ത് ഇയാളുടെ ആരാ? അതിനാ കല്ലറയ്ക്കകത്ത് ആരുമില്ല സാറേ. അതൊരു പെൺകൊച്ചിന്റെ കല്ലറയാ. സംഭവം നടന്നിട്ട് 4-5 വർഷമായി. ഇത് പത്രത്തിലും ചാനലിലും ഒക്കെ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കിയതല്ലേ. സാറ് സംഭവത്തെ കുറിച്ച് കേട്ടിട്ടില്ല? ഇല്ല, ഞാൻ കുറച്ചു കാലം പുറത്തായിരുന്നു. ഓ, എന്താ സംഭവിച്ചത്? സംഗതി കൊന്നതാ. പക്ഷേ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിന്റെ പേരിൽ ഒരുത്തനെ പോലീസ് കുറെ കാലം കൊണ്ടുപോയി ജയിലിലിട്ടു. എന്നിട്ട് ബോഡി കിട്ടിയില്ലല്ലോ. പിന്നെ ആവശ്യത്തിന് തെളിവില്ല. ബോഡി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ കല്ലറയ്ക്കകത്തെന്താ? അതാ കൊച്ചിനെ തന്തേം തള്ളേം ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ച വേറൊരു ഫലകമാ. എന്താടോ? നന്നായി. ഞാൻ എവിടെയൊക്കെ തിരക്കി. എന്തിന്? അവിടെ വലിയ ചെങ്കടൻ തിരക്കുന്നുണ്ട്. അയ്യോ, ഞാനതങ്ങ് മറന്നു. ഓ, എന്താ സാറേ, ഞാനങ്ങോട്ട്. ശരി. അല്ല, സാറ് ഇവിടെ തന്നെ നിൽക്കണോ? വൈഫ് പള്ളിക്കകത്തുണ്ട്, ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആയിക്കോട്ടെ. കാപ്പിയാരൊന്ന് പെട്ടെന്ന് വാ, അല്ലെങ്കിൽ തന്നെ അച്ഛന് പരാതിയാ. ഈ അച്ഛന് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ല. ഹലോ അർജുൻ, പറയടാ. അങ്ങനെ പറയാൻ മാത്രം വിശേഷമൊന്നുമില്ല. അവിടെ എന്താ അവസ്ഥ? ഓക്കേടാ. എടാ, ഞാനൊരു ഒരാഴ്ചക്കുള്ളിലെത്താം. ഓക്കെ. ഓഫീസിൽ നിന്ന് അർജു വരുന്നു. ഒരു പ്രൊമോഷൻ മണക്കുന്നുണ്ട് മോളെ. അവനത് പറയാൻ വിളിച്ചാ. ശരിക്കും കണ്ടോ, ഞാൻ രാവിലെ പള്ളി പോയി പ്രാർത്ഥിച്ചതിന്റെ ഫലമാ. അയ്യടാ, അല്ലാതെ എന്റെ ഹാർഡ് വർക്കിന്റെ ഗുണം കൊണ്ടൊന്നല്ല. ഇതൊക്കെ എപ്പോഴാ എടുത്തേ? എന്നെ പള്ളിക്കകത്ത് കയറ്റി വിട്ടിട്ട് ഫോട്ടോ എടുപ്പായിരുന്നല്ലേ പണി. ആരെയാണ്? അറിയില്ല, സെമിത്തേരിയിൽ വെച്ച് കണ്ടതാ. കണ്ടപ്പോ പെരുമാറ്റം കുറച്ച് അൺയൂഷ്വൽ ആയി തോന്നി. ഓ, ഇതാ മിയ ഫെർണാണ്ടസിന്റെ കല്ലറിയല്ലേ? നിനക്കറിയോ? പിന്നെ അറിയാതെ. ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഇതിന്റെ പുറകെ ഞാൻ കുറേ നടന്നതാ, ഒരു ഫീച്ചർ ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് നീ അത് കംപ്ലീറ്റ് ചെയ്തോ? എവിടുന്ന്? ഇതിനു വേണ്ടിട്ട് കുറെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തെന്നല്ലാണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. അതൊക്കെ ആ സ്റ്റോർ റൂമിൽ കിട്ടി കിടക്കുന്നുണ്ട്. എന്നിട്ട് ആ പള്ളിയിലെ കപ്പ്യാര് പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ആരെയോ അറസ്റ്റ് ചെയ്തോന്ന്. അതിനു പുറകെ പിന്നെ അന്വേഷിക്കുന്നുണ്ടായില്ലേ? അതവളുടെ കോളേജിൽ പഠിച്ചിരുന്ന പയ്യനായിരുന്നു. കുറച്ചു നാളത്തെ വിചാരണയ്ക്ക് ശേഷം കോടതി അയാളെ വെറുതെ വിട്ടു. ഇപ്പൊ വരാട്ടോ. സാറയുടെ മരണത്തിന് ശേഷം 23 എന്ന നമ്പറിനോട് എനിക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നി തുടങ്ങി. ഞാൻ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളെല്ലാം 23-ലെത്തി നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം അവൾ എന്നെ കാണാൻ വന്നു. അവളെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ലൂസിയ. എനിക്ക് അവളെ ജീവനായിരുന്നു. മതി വായിച്ചത്. ഇത് എത്ര നേരമായി? ഉറങ്ങാനൊന്നും ഉദ്ദേശമില്ലേ? ദാ പോരാ.
വാ. ആൻ, നിനക്ക് അറിഞ്ഞൂടെ ഞാനത് വായിച്ചോണ്ടിരിക്കുകയാണെന്ന്. ഡോണ്ട് ഡിസ്റ്റർബ് മീ. അതിനെന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഞാൻ ചുമ്മാ തമാശക്ക്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇരുപത്തിമൂന്ന് എൻ്റെയും ലൂസിയുടെയും ജീവിതത്തിൽ വിള്ളൽ വരുത്തി തുടങ്ങിയിരിക്കുന്നു. എന്തു പറ്റി? ഇന്ന് നേരത്തെ ആണല്ലോ. ആർക്കെ വന്നിരുന്നോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നാൾക്ക് നാൾ വഷളായിക്കൊണ്ടിരുന്നു.